കേന്ദ്ര സർക്കാരിന്റെ സർവകക്ഷി സംഘം അല്പസമയത്തിനകം തന്നെ യാത്ര തിരിക്കുകയാണ്. ആദ്യ സംഘത്തിലെ അംഗങ്ങൾ വിമാനത്താവളത്തിലേക്ക് എത്തിത്തുടങ്ങി. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് ലോകരാജ്യങ്ങളോട് പറയാനാണ് ഈ സംഘം പോകുന്നത്. ജോൺ ബ്രിട്ടാസ് അംഗമായ സംഘം ജപ്പാനിലേക്കാണ് പോകുന്നത്. നമുക്ക് ഈ സർവകക്ഷി സംഘത്തിൽപ്പെട്ട ആളുകളുടെ പ്രതികരണം ആദ്യം കാണാം. ജപ്പാനിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെയുള്ള ഗവൺമെൻറ് പ്രതിനിധികൾ, മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ, സിവിൽ സൊസൈറ്റി, തിങ്ക് ടാങ്ക്, മാധ്യമങ്ങൾ, അക്കാഡമിഷ്യൻസ്, ഇന്ത്യയുടെ ഒരു സന്ദേശം അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് അടിവരയിടാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ലോകം ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുമായിട്ട് കൈകോർക്കേണ്ടത് അനിവാര്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യമാണ്. അർജുൻ പിതാമരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. അർജുൻ, 7 സംഘങ്ങളായി തിരിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക്, അത് എല്ലാ കക്ഷികളിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ, അതായത് ഭരണകക്ഷി പ്രതിപക്ഷം എന്നൊന്നുമില്ലാതെ എല്ലാവരും ഒരുമയോടെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട്, അത് ഭീകരവാദത്തിനെതിരെ എങ്ങനെയാണ്, ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുകയാണ്. ആദ്യ 2 സംഘങ്ങൾ എപ്പോഴൊക്കെ യാത്ര തിരിക്കുന്നു, ആരൊക്കെയാണ് അതിലെ പ്രധാനികൾ, പറയും. 2 സംഘങ്ങളാണ് ഇന്ന് യാത്ര തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സംഘത്തെ എല്ലാ അംഗങ്ങളും ഇതിനോടകം തന്നെ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ഒരു അല്പസമയത്തിനകം തന്നെ, ഏകദേശം 10 മിനിറ്റിനകം തന്നെ വിമാനത്തിൽ പുറപ്പെടും. പക്ഷേ ഇന്ത്യൻ സമയം നാളെയോടുകൂടി മാത്രമേ ഇവർ ജപ്പാനിലേക്ക് എത്തുള്ളൂ. ജോൺ ബ്രിട്ടാസ് അംഗമായിട്ടുള്ള സംഘമാണ്. അതിൻ്റെ ഈ ഗ്രൂപ്പ് ലീഡർ എന്ന് പറയുന്നത് JDU നേതാവും MP-യുമായിട്ടുള്ള സഞ്ജയ് കുമാർ ഝായാണ്. നാളെയോടുകൂടിയേ ഈ വിമാനം ജപ്പാനിലെത്തുകയുള്ളൂ. അത് ബാങ്കോക്ക് വഴിയാണ് പോകുന്നത്. രണ്ടാമത്തെ സംഘം വൈകിട്ടാണ് യാത്ര തിരിക്കുന്നത് UAE-യിലേക്ക്. അത് ET മുഹമ്മദ് ബഷീർ അംഗമായിട്ടുള്ള സംഘമാണ്. അതിൻ്റെ ആ സംഘത്തെ നയിക്കുന്നത് ശിവസേന MP ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡെയാണ്. അവർ പക്ഷേ ഇന്ന് രാത്രി തന്നെ UAE-യിലെത്തും. കനിമൊഴി അംഗമായിട്ടുള്ള സംഘം, കനിമൊഴി നേതാവായിട്ടുള്ള സംഘം നാളെ യാത്ര തിരിക്കുന്നുണ്ട്. ഈ 3 സംഘങ്ങളുടെ ബ്രീഫിംഗ് ആയിരുന്നു ഇന്നലെ വിദേശകാര്യ സെക്രട്ടറി നടത്തിയത്. വളരെ നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ചും. അതുപോലെ തന്നെ പാകിസ്ഥാനെതിരെ എടുക്കുന്ന നിലപാട് അത് ലോകരാജ്യങ്ങളെ അറിയിക്കുക, ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളിൽ ഈ യാത്രകൾ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും UN സുരക്ഷാ സമിതിക്ക് കീഴിലുള്ള രാജ്യങ്ങളെയാണ് പ്രധാനമായിട്ടും കാണുന്നത്. അതിനു പുറമെ ഈ വിദൂര സമയത്ത് തന്നെ ഈ അംഗങ്ങളാകുന്ന രാജ്യങ്ങളെയും ഒപ്പം സ്ഥിരക്ഷണിതാക്കളെയും എല്ലാം കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യക്കൊപ്പം ലോകം നിൽക്കണമെന്നുള്ള കാര്യം ലോകരാജ്യങ്ങളെ അറിയിക്കുക, ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു എന്നുള്ള കാര്യം വളരെ കൃത്യതയോടുകൂടി തന്നെ വിശദീകരിക്കുക എന്നുള്ളൊരു ദൗത്യം ഈ സംഘങ്ങളുടെ എല്ലാം മേലെയുണ്ട്. ഒപ്പം പാകിസ്ഥാനെതിരെ എടുക്കേണ്ട നടപടികൾ, ഇന്ത്യ ഇതിനോടകം തന്നെ എടുത്ത നടപടികൾ, അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, ലോകരാജ്യങ്ങളിലും അത്തരത്തിലുള്ള നടപടികളിലേക്ക്, പ്രത്യേകിച്ചും പല ഉപരോധങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്, അതെന്തിനാണ്, മാത്രമല്ല ഈ ഭീകരവാദത്തെ ഒന്നടങ്കം ചെറുക്കുക എന്നുള്ള സന്ദേശം നൽകുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം ചില പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ തട്ടിൽ വെച്ച് കെട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനെയെല്ലാം തന്നെ പൊളിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഈ യാത്രകൾക്കുണ്ട്. പ്രത്യേകിച്ചും വെസ്റ്റേൺ മീഡിയ എല്ലാം തന്നെ ഈ പോകുന്ന സംഘങ്ങൾ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ജപ്പാൻ കഴിഞ്ഞ ആദ്യ സംഘം പോകുന്നത് സൗത്ത് കൊറിയയിലേക്കാണ്. UAE ഉണ്ട്. രണ്ടാമത്തെ സംഘം UAE കഴിഞ്ഞ് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ. ഇവിടെയെല്ലാം തന്നെ രാഷ്ട്രീയ പ്രതിനിധികളുമായിട്ടും മന്ത്രിമാരുമായിട്ടും അവിടെ തന്നെ പാർലമെന്റ് അംഗങ്ങൾ, അതുപോലെ നാഷണൽ അസംബ്ലി അംഗങ്ങൾ, ഒപ്പം ഇന്ത്യൻ ഡയസ്പോറയുടെ, അതായത് ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ എല്ലാവരുമായിട്ടും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അവരുടെ നയം എന്താണ്, നമ്മുടെ ന്യായം എന്താണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയിലേക്ക് പോകുന്ന സംഘത്തിൻ്റെ യാത്രയാണ്. അവിടെ UN സുരക്ഷാ കൗൺസിൽ അംഗങ്ങളുമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ഒപ്പം 1267 സാങ്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായിട്ടും ഈ പ്രതിനിധി സംഘം സംസാരിക്കും. ഇസ്ലാമിക് സ്റ്റേറ്റ്, അതുപോലെ അൽഖയ്ദ പോലെയുള്ള ഭീകരവാദ സംഘടനകൾക്കെതിരെ ഉപരോധങ്ങൾ ചുമത്തിയ ഒരു സംഘടനയാണ് ഈ സാങ്ഷൻസ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ TRF എതിരെയുള്ള തെളിവുകൾ 2 വട്ടം ഇതിനോടകം ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ, ഇന്ത്യയുടെ പക്കലുള്ള തെളിവുകൾ എല്ലാം ഇന്ത്യ നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മാത്രം ഒരു യുദ്ധമല്ല. ഭീകരവാദത്തിനെതിരെ ലോകത്തെ സമാധാനം കാക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങളും നടത്തുന്ന യുദ്ധത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകുകയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം എന്നതാണ്. അത് ലോകരാജ്യങ്ങളെ കൃത്യമായി ബോധിപ്പിക്കുക എന്നതാണ് ഈ സംഘങ്ങളുടെ സന്ദർശന ലക്ഷ്യം.